ഹായ് ഫ്രണ്ട്സ്, വില്ലേജ് ക്യൂസിൻസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാടൻ കോഴിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പാല് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള നാടൻ കോഴി. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മുടെ ഡിഷിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അങ്ങനെ കുറച്ച് പച്ചമുളക്, ഒരു 6 എണ്ണം, ഒരു വലിയ കഷ്ണം ഇഞ്ചി, കുറച്ച് ചെറുള്ളി, പിന്നെ ഒരു 2.5 സവാള, ഇത്രയും അരിഞ്ഞത് ഒരു ഉരുളിയിലേക്ക് എടുക്കുക. കുറച്ച് കല്ലുപ്പ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചും നന്നായിട്ട് അങ്ങോട്ട് ഞെരടി എടുക്കുക. നമ്മൾ ഈ തേങ്ങയൊക്കെ അങ്ങോട്ട് തിരുമുന്ന പോലെ നന്നായിട്ട് അങ്ങോട്ട് തിരുമുക. എല്ലാം കൂടി അങ്ങ് മിക്സാണ്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരുമ്പോഴത്തേനും നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കണം. അതായത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂൺ മുളക് പൊടി, ഒരു 3.5 സ്പൂണ് മല്ലിപ്പൊടി, ഇതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തേച്ചും നന്നായിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത പോലെ അങ്ങ് മിക്സ് ചെയ്യുക. ശരിക്കും മിക്സ് ചെയ്യണം കേട്ടോ, എന്നാലാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ചൊറുക്ക എന്ന് പറയുന്നത് വിനാഗിരിയാണ് സംഭവം. ഇത് നമ്മുടെ നാച്ചുറലായിട്ടുള്ള നാടൻ വിനാഗിരിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതായത് നാടൻ ചൊറുക്കയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ച് പിന്നെ ചിക്കൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ നാടൻ കോഴി ആഡ് ചെയ്ത് കൊടുക്കുക. അത് ആഡ് ചെയ്ത് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സിങ്ങിലാണ് ഫുള്ള് സംഭവം ഇരിക്കുന്നത്. സംഭവം സിമ്പിളായിട്ടൊക്കെ തോന്നും, അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. സംഭവം നല്ല കിഡുമായിട്ടുമാണ്. ഇത്ര ആയി കഴിയുമ്പോഴത്തേനും 1-ാം പാല്, അതായത് 2 തേങ്ങ പിഴിഞ്ഞതിൻ്റെ 2-ാം പാലാണിത്. 1 ലിറ്ററോളം 2-ാം പാലുണ്ട്. 1/2 ലിറ്റർ തലപ്പാൽ വേറെ ഉണ്ട്, അതായത് ഫസ്റ്റ് പാല്. ഇതും കൂടി ചേർത്ത് അങ്ങോട്ട് മിക്സ് ചെയ്ത് വെച്ചും നമ്മൾ നേരെ അടുപ്പിലേക്ക് കയറ്റുവാണ്. കറിയുടെ വെള്ളമൊക്കെ ഏകദേശം പറ്റിയിട്ടുണ്ട്, നല്ല ഡ്രൈ ആയി. അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ തലപ്പാൽ അങ്ങോട്ട് ചേർക്കണം, അതായത് ആദ്യം പിഴിഞ്ഞ പാല്. പാലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അവിടെ കറി റെഡി ചെയ്യും.
അപ്പോൾ നമ്മുടെ തലപ്പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് ഇറക്കാം. കറിയൊക്കെ നല്ല കട്ടി ആയതുകൊണ്ട് ഇതൊന്ന് ഇറക്കി ഒരു 2-3 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്കും ഒന്നും കൂടി ഒന്ന് തിക്കാവും. എന്നിട്ട് സാധനം മുളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. മച്ചാന്മാർ നല്ല പിടുത്തം പിടിക്കേണ്ട ഇവിടെ നിന്ന്. അപ്പോളേ ഞാനും കൂടി പയ്യെ തീറ്റയിലേക്കാണ് കിടക്കാണ്. അല്ലെങ്കിൽ ഇവിടെ പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു ഡിഷായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.